ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോ രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാക്കേണ്ട ചേഞ്ചസ് എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടതൊക്കെ ഉള്ളത്. മൈൻഡ് റീ റൈറ്റിംഗും പോസിറ്റീവ് തോട്ട്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ഈ വർഷം ആരംഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവൂലേ, ഞാൻ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ റെസൊല്യൂഷൻസ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 11 മാസം ആയിട്ടുണ്ട്. ഈ 11 മാസം ആയിട്ടും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കൂലേ? നമ്മൾ ന്യൂ ഇയറിന്റെ ആദ്യക്ക് ചില ആൾക്കാർ പേപ്പർ എടുത്തിരുന്ന് എഴുതും, ഇന്ന് എനിക്ക് ഈ വർഷം ഞാൻ ചെയ്യും എന്നുള്ളത്, ഇന്നതൊക്കെ നേടിയെടുക്കും എന്നൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലായിട്ട് കരുതിയിട്ടുണ്ടാവും, ഞാൻ ഇന്നതൊക്കെയാണ് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോണെന്നുള്ളത്. പക്ഷെ ഇത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഏകദേശം ഒരു 50% പേര് അത് തിരിഞ്ഞേ നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ പോട്ടെ, ബാക്കി 50%, ഇത് 50% വെറുതെ പറയാട്ടോ. ഒരു 50% ആൾക്കാർ ചിലപ്പോൾ ആദ്യത്തെ 1-2 മാസമൊക്കെ തട്ടിമുട്ടി പോയിട്ടുണ്ടാവും. ഒരു 10-20% എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും. അല്ലാതെ എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒരു 100%-ൽ ഒരു 10% ആൾക്കാരെ ഞാൻ അതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. കാരണം അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രയത്നിച്ചിട്ടുണ്ടാവും. എന്നാലും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മനുഷ്യരങ്ങനെയാണ്. നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണല്ലേ നമ്മൾ ഓരോരുത്തരും. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം, നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് എല്ലാം വരിക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലേ. എപ്പോഴായാലും നമ്മൾ എന്ത് റെസൊല്യൂഷൻസ് എടുത്താലും അല്ലെങ്കിൽ എന്ത് ഹാർഡ് വർക്കിൽ ഇറങ്ങിയാലും നമുക്ക് മടുപ്പിടിക്കുന്ന സമയങ്ങളുണ്ടല്ലേ. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞു പോയി 11 മാസം ഇപ്പൊ ആയിട്ടോ, നവംബർ ആയി, ഇതിന് മാസം നിങ്ങൾക്ക് കഴിഞ്ഞു പോയി. പക്ഷെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കാം, നിങ്ങൾ എഴുതി വെച്ച പേപ്പർ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചിന്തിച്ചിട്ടില്ലേന്ന്. ചില ആൾക്കാർ വിഷൻ ബോർഡ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്ക് പറയാനുള്ളത്, പോയി ഈ ഒരു 11 മാസം പോയി, പക്ഷേ ഇനി ഒരു മാസം ഉണ്ടോ? ഈ ഒരു മാസം കൊണ്ട് മാറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് മാറാൻ പറ്റാത്ത ഒരു കാര്യമില്ല കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം മതി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് വിചാരിച്ചിട്ട് അത്രയും മനസ്സുകൊണ്ട് ഇപ്പൊ പ്രയാസപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അങ്ങനെയല്ല ഈ 11 മാസം ഞാൻ കളഞ്ഞു, ഇനി ഒരു മാസമല്ലേ ഉള്ളൂ, അത് പോട്ടെ അടുത്ത വർഷം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ മാറിപ്പോട്ടോ. നിങ്ങൾക്ക് കണ്ടാലും ഒരു കാര്യമില്ല, നിങ്ങളുടെ ഈ ഒരു ടൈമും ഇപ്പൊ ഈ ഇത് കാണാൻ എടുക്കുന്ന 10 മിനിറ്റും നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ കണ്ട ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു മാസം മതി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു 2026 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വലിയ മാറ്റത്തിന്റെ ഒരു വർഷമായിരിക്കും. നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ ഈ ഇയറിന്റെ ക്ലൈമാക്സിൽ എത്തിയിട്ടുള്ളത് അല്ലെ. ക്ലൈമാക്സിൽ നിൽക്കും നമ്മൾ എല്ലാവരും എന്താ ഓർക്കാം? മൂവീസ് അല്ലെ. നമ്മൾ മൂവീസിൽ പൊതുവെ പറഞ്ഞു കേൾക്കാറില്ലേ, ക്ലൈമാക്സ് സൂപ്പർ ആണ്. ക്ലൈമാക്സ് സൂപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫിലിം പെട്ടെന്ന് ഓടുമല്ലേ. കാരണം എന്താ, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റിവ്യൂ ചോദിക്കുന്ന ആൾക്കാരടുത്ത് ക്ലൈമാക്സ് നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ മുമ്പിൽ എത്ര ലാക്ക് അടിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്ലൈമാക്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ മൂവിയാണ്, കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് തോന്നാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും സിനിമയുടെ ക്ലൈമാക്സ് എപ്പോഴും ലാക്ക് അടിപ്പിക്കാതെ സൂപ്പർ ആക്കണം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കേട്ടോ, ഇപ്പൊ നമ്മുടെ ഇയർ സ്റ്റാർട്ട് ചെയ്ത് 2025 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ക്ലൈമാക്സിലാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ക്ലൈമാക്സിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഈ ഒരു വർഷത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഈ സിനിമ പോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് 33 ഇയേഴ്സ് ആയി. ഈ 33 ഇയേഴ്സിലും ഞാൻ എടുത്തു നോക്കുന്ന സമയത്തും എനിക്ക് അവിടെ ഇവിടെയും ഉണ്ടായിട്ടുള്ള ഷോക്കിങ്സും അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള നിമിഷങ്ങളും പിന്നെ ഇപ്പൊ എന്താണോ നടക്കുന്നതും ഇതാണ് എന്റെ ഓർമ്മയിലുള്ളത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണല്ലോ. അപ്പൊ ക്ലൈമാക്സ് എല്ലാവരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സ് എന്ന രീതിയിൽ ഈ ഒരു ഇയറിന്റെ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം വരുത്തുമ്പോൾ അത് പുതിയൊരു വർഷത്തിന്റെ ഒരു നല്ല തുടക്കമായിരിക്കാം. നിങ്ങൾ ആ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്റ്റ് ഇയർ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലൈമാക്സ് സൂപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും, നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എന്തിനാണോ എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിങ്ങൾ എന്ത് ഗോളാണോ എഴുതി വെച്ചിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് നേടണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ കഴിഞ്ഞു പോയ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമ്മളിപ്പം പഠിക്കാൻ ഒരു എക്സാം ആട്ടോ, എക്സാം ആകുമ്പോൾ എനിക്ക് 30 ദിവസം ഉണ്ടല്ലോ, ഇന്ന് പോട്ടെ നാളെ വിചാരിക്കും 29 ദിവസമില്ലേ, 28 ദിവസമില്ലേ. ഇനി ഇൻ കേസ് 3 ദിവസമുള്ള സമയത്ത് എന്താ പറയാ, ഇപ്പൊ കുറച്ച് പഠിക്കാം എന്നാലും 3 ദിവസം ഇല്ലേ, നമ്മൾ കുറച്ചൊക്കെ എടുത്തു നോക്കും, പിന്നെ 3 ദിവസം ഇല്ലേ വെച്ചിട്ട് തലേ ദിവസം കിടന്ന് നമ്മളിങ്ങനെ കളിക്കും. എന്താ പഠിക്കണ്ടേ, എവിടെയാ പഠിക്കണ്ടേ തിരിച്ചറിയാതെ.
അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ ലൈഫിൽ ഇത്രയും മാസം അങ്ങനെ കളഞ്ഞു, ഇനിയുള്ള ഈ ഒരു മാസത്തില് നിങ്ങളെ ടൈറ്റ് ആയിട്ട് പിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ചവിട്ടി നീങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളുടെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് നിങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇനി എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ തുടങ്ങാം എന്നുള്ളതാണ്. നമ്മൾ ഈ ലൈഫിൽ ഈ ഒരു വർഷത്തിന്റെ ഇത്രയും മാസം നമുക്ക് കടന്നുപോയി. നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു കാര്യമാണ് നാളെ എന്നുള്ളത്. അതാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ തോൽവിയിലേക്ക് എത്തിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും കേട്ടോ. നമ്മൾ ഏതെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ സാർ എടുത്ത ക്ലാസ് കറക്റ്റ് ചെയ്യല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വർക്കിൽ നമ്മൾ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ പറയും അത് ആ മൊത്തം ടീമും മോശം അല്ലേ. നമ്മൾ ഒരിക്കലും നാളെ നീട്ടുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പ് കേടാന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാവണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുക. ആദ്യം അവനവനെ മനസ്സിലാക്കി മുമ്പോട്ടേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മോട്ടിവേഷൻ വീഡിയോ കേട്ടിട്ട് എനിക്ക് ഭയങ്കര എനർജി കിട്ടി, ഞാൻ എന്തായാലും ഇനി എൻ്റെ ലൈഫ് മാറ്റാണ് എന്ന് വെച്ച് നമ്മൾ ഇറങ്ങും. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ തണിഞ്ഞു പോകും. പിന്നെ നമുക്ക് അതിനെ പറ്റി ഒരു ചിന്ത ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ പോക്ക് എങ്ങനെയാ, നമ്മളെ പഴയ സ്റ്റൈൽ തന്നെ ആയിരിക്കും. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, ഒരു കാര്യത്തിലേക്ക് എഫേർട്ട് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈസിയസ്റ്റ് വേ അല്ല അത്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഒരുപാട് കോംപ്രമൈസസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഉറക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറെ എന്റർടൈൻമെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഗെയിംസ് കളിക്കുന്നുണ്ടാവും, മൂവീസ് കാണുന്നുണ്ടാവും, ഇതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്കത് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. നമ്മളൊന്നുമില്ലാതെ നമ്മളുടെ തിങ്കിങ്ങും നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിങ്ങും ഒക്കെ നമ്മുടെ ഗോളിന് വേണ്ടിയിട്ടായിരിക്കണം, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. നമ്മളുടെ ടൈം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അത് ഞാൻ ചെയ്യും എന്നുള്ളത്. ആ ഒരു ഉറച്ച തീരുമാനത്തിലേക്കാണ് മുമ്പോട്ടേക്ക് ഇറങ്ങേണ്ടത്. അപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ട് നൗ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോ ഒരു മാസം കൂടി അല്ലേ ഉള്ളൂ, അടുത്ത ന്യൂ ഇയർ തുടങ്ങാം, അപ്പൊ ന്യൂ ഇയറിന് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. ഇത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മടിയാട്ടോ. നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു നല്ല കാലം തുടങ്ങുന്നതിന് ഒരു ന്യൂ ഇയർ തുടങ്ങണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം കണ്ട് നല്ല രാഹുകാലം അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല കാലം വരണമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തുടങ്ങണം. നിങ്ങളുടെ മനസ്സിലാണ് അത് തുടങ്ങേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു ഡേറ്റിലോ ഒന്നുമില്ല. അതൊന്നും നിങ്ങൾ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നേടാൻ പറ്റുമോ? ന്യൂ ഇയർ എന്ന് പറയുന്ന ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ ജയിച്ചു കേട്ടോ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്കറിയില്ല നാളെ നമ്മളെല്ലാവരും ജീവനോടെ ഉണ്ടാവോ എന്നുള്ളത്. നമുക്ക് നാളെ ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ എനിക്ക് രണ്ടാമത് നിങ്ങളോട് പറയാനുള്ള പോയിന്റ് എന്താണെന്നറിയോ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് നോളജ് ഉണ്ട്, നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്കൊരു സ്കില്ലുള്ളത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള അറിയാം, എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഈ വക കാര്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചൂസ് ചെയ്തിട്ട് നമുക്കറിയണം, ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. എനിക്കൊരു ടോപ്പിക്കിന് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒന്നും ചെയ്യാതെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റു പോകുകയുള്ളൂ അല്ലെ. എനിക്ക് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ ഉണ്ടായിട്ട് മാത്രം പോരാ. ചില ആൾക്കാർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും, പക്ഷെ അറിവുകൾ എവിടെ പ്രയോഗിക്കണം, എങ്ങനെയൊക്കെ ഞാൻ അത് വർക്ക് ചെയ്യണം അറിയില്ല. കാരണം ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു വേയും നോക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു റിസ്ക് എടുക്കാനും എനിക്ക് താല്പര്യമില്ല. അപ്പൊ രണ്ടാമത് എനിക്ക് പറയാനുള്ള, നിങ്ങൾക്കുള്ള സ്കില്ലായിക്കോട്ടെ, നിങ്ങൾക്കുള്ള അറിവായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വർക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഡ്രീം കണ്ടാൽ മാത്രം പോരാ, ആക്ഷൻസ് പ്രവൃത്തിയും കൂടി ഉണ്ടാവണം. അതില്ലെങ്കിൽ ആ ഒരു ഡ്രീം ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഡ്രീം കാണാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ അതൊരു ആക്ഷൻ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും സ്റ്റക്ക് ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഒരുപാട് ഡ്രീം ഉണ്ട്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്,
പക്ഷെ നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്, അതിനോട് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്, അത് കുറച്ച് റിസ്ക് ആണ്, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് കുറച്ച് മടി വരൂലേ? അങ്ങനെ ചെയ്യാതെ ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവര് നമ്മുടെ ടൈമും നമ്മുടെ ലൈഫും മൊത്തമായിട്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇറങ്ങിയത് 1, 2, 3 വർഷം മാത്രമേ ഇത്രയും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യാണ്, 2, 3 വർഷം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ലൈഫിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിലത് നേടിയെടുക്കാൻ നമ്മൾ അത്രയും ടൈറ്റ് ആയിട്ടേ പറ്റുള്ളൂ. അത്രയും ടൈറ്റ് ആകണം, ആയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. എന്നത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് വേണ്ടി പഠിക്കുന്നതല്ലേ, നമ്മൾ എക്സാമിന് വേണ്ടി ഇത്ര ദിവസം ഉണ്ടല്ലോ വെച്ച് ഇരിക്കും. എന്നിട്ട് അവസാനത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ രാത്രി ആ ഒരു നേരം കൊണ്ട് നേരം വിളിക്കുന്നവരെ ഉള്ളിൽ നമ്മൾ ഈ ഇത്രയും ബിഗ് ആയിട്ടുള്ള ടോപ്പിക് മൊത്തം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അതിൽ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവൂലേ? നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഈ കുറച്ച് ചുരുങ്ങിയ ടൈമിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല. അപ്പൊ നമ്മൾ ഈ ന്യൂ ഇയർ ആയ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മൾ ചെയ്തു തീർക്കും എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മളോട് ആരും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അവിടെ മാറ്റി വെച്ചത്. നമ്മുടെ മടിയും നമ്മുടെ ലേസിനെസ് ആണ് നമ്മൾ അത് മാറ്റി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, നിനക്ക് എന്ത് വേണം, നീ ഇത് നേടിയെടുക്കണമെങ്കിൽ നിന്റെ കൈ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നീ തന്നെയാണ് മുന്നോട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇനി മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കഴിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തുടക്കമാണ്, നിങ്ങളുടെ ലൈഫിന്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും നീ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നീ മാറ്റി വെക്കുന്ന നിന്റെ ടൈമുകളുണ്ടല്ലോ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫോണ്, മൂവി കാണുക, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാത്തിനെയും ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു മാസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം ഈ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്താൽ എനിക്ക് ഗുണമുണ്ട്. കാരണം എക്സാം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിറ്റേ ദിവസത്തെ ഡേറ്റിന് കൃത്യ ടൈമിന് പോയി എഴുതിയാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന് പാസ്സാവാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ആ ഒറ്റ ദിവസം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഗോൾ എന്ന് പറയുന്നത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്റെ ഗോളിൽ ഞാൻ ഒരു പരിധി വരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് തോന്നി ഇറങ്ങി ഇപ്പൊ തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഗോൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്നുള്ളത്. നീ നിന്റെ ടൈമിനെ ഇനി നീ കർക്കശമായി നോക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ നിന്റെ ടൈമിനെ നന്നായിട്ട് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ നീ ടൈറ്റ് ആയിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളെയും നീ സാക്രിഫൈസ് ചെയ്യണം. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്നുള്ളത്. ഞാൻ എന്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാം, ഞാൻ ഈ വീഡിയോസ് എനിക്ക് എടുക്കാന്നുള്ളതും അപ്ലോഡ് ചെയ്യാന്നുള്ളതൊക്കെ എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും എന്നെ ലാക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയോ? ന്യൂ ഫിലിംസ് ഒക്കെ OTT വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ടൈം പീരീഡ് വളരെ കുറവാണ്. അത് ഉച്ചയ്ക്ക് കുറച്ച് ടൈം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഞാൻ എപ്പോഴും വീണു പോകുന്ന ഒരു കാര്യമാണ് മൂവീസ് വാച്ച് ചെയ്യുക എന്നുള്ളത്. ഇതെന്നെ വളരെയധികം ഈ ഒരു വർഷത്തിലായാലും എപ്പോഴായാലും എൻ്റെ പല ഷെഡ്യൂൾസിനെയും തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഫോൺ എടുത്ത് നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കണ്ടുകൊണ്ടേയിരിക്കും. ഒരു മൂവി ആണെങ്കിൽ 2.5 hours നമുക്കത് അവിടെ നമ്മൾ ഇരുന്ന് പോകൂലേ? അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും ടൈമിനെ ഈ നിമിഷം തൊട്ട് നിന്റെ ഓരോ നിമിഷവും നിനക്ക് വിലപ്പെട്ടതാണ്, ഓരോ മിനിറ്റും നിനക്ക് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴെങ്കിലും നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം നിന്റെ ലൈഫിനെ എന്നുള്ളൊരു തോന്നൽ നിന്റെ ഉള്ളിൽ അതിയായി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് കേട്ട് നിനക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ടൈം എന്നുള്ളത് നിനക്ക് അത്രയും വിലപ്പെട്ടതാണ്. എന്തിനേക്കാളും ഏറെ നിനക്ക് വിലപ്പെട്ട അത്രയും മൂല്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ടൈം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടൈമിനെ മാനേജ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ലെവലിൽ അപ്ലോഡ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക് എടുക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്നിലുണ്ട്. ഈ കാര്യത്തിന് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എൻ്റെ മുമ്പിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ടൈമാണ്. ഈ ടൈമിനെ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇപ്പത്തെ ഈ ലാസ്റ്റ് നിമിഷത്തിലായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അതിനായിട്ടൊരു പ്ലാനർ തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ്.
ഈ ഒരു മാസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ നിങ്ങളുടെ ഗോൾ എത്താൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എക്സ്ട്രീം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങിൽ ആ ടൈമിനെ നിങ്ങൾ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ടി വരും. അങ്ങനെ ചേഞ്ച് വരുത്താൻ നീ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ക്ലൈമാക്സ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അടുത്ത വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ വർഷം എന്താണെന്ന് നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ല ഒരു എൻഡിങ്ങോട് കൂടിയുള്ള ഒരു വർഷമായിരിക്കും എന്നുള്ളത് മസ്റ്റ് ആട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചസ്, നമ്മൾ മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് ഉറങ്ങുന്ന നേരം വരെ ബിഗ് ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷാവസാനം നിങ്ങൾക്കൊരു നല്ല വർഷമായി തീരാനും അടുത്ത വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നല്ല തുടക്കത്തോടു കൂടെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഞാൻ എപ്പോഴും ഇതിൽ ഷെയർ ചെയ്യാറുള്ളത്. ഒരുപാട് ഹാബിറ്റ്സ്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി നോക്കാം. ഇതിനു മുമ്പായിട്ട് നല്ല ഒരു പോസിറ്റീവ് തോട്ട് എങ്ങനെ കൊണ്ടുവരുന്നതും നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.